താൻ ഏതെങ്കിലും സമുദായത്തിന്റെ പ്രതിനിധിയല്ലെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. SNDPക്ക് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. കേരളം ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. താൻ ഏതെങ്കിലും സമുദായത്തിന്റെ പ്രതിനിധിയല്ലെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. കേരളം ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ ഇന്ന് ചുമതല ഏറ്റെടുക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നതടക്കമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. താൻ ഏതെങ്കിലും സമുദായത്തിന്റെ പ്രതിനിധിയല്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് താൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. കേരളം ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. ഇനി ശ്രദ്ധ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നതടക്കം പറഞ്ഞു വെക്കുന്നു. കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതടക്കം ഈ ഒരു അഭിമുഖത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ആണ് പാർട്ടിയുടെ കരുത്ത്. ശക്തരായ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരുമായി സംസാരിക്കുമെന്ന് DCC പുനഃസംഘടന ആലോചിച്ചുകൊണ്ട് മാത്രമെന്നതടക്കം ഇപ്പോൾ നിയുക്ത KPCC പ്രസിഡന്റ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. താൻ ഏതെങ്കിലും സമുദായത്തിന്റെ പ്രതിനിധിയല്ലെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് താൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. കേരളം ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ആണ് പാർട്ടിയുടെ കരുത്ത്. ശക്തരായ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. ഇത്തരത്തിൽ കേരളം ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ ഇനി ശ്രദ്ധ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. ഇത്തരത്തിൽ ശക്തരായ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. യൂത്ത് കോൺഗ്രസ് ആണ് പാർട്ടിയുടെ കരുത്ത് എന്നതടക്കം ഇപ്പോൾ നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയും. താൻ ഏതെങ്കിലും സമുദായത്തിന്റെ പ്രതിനിധിയല്ലെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് താൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. കേരളം ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ആണ് പാർട്ടിയുടെ കരുത്ത്. ശക്തരായ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരുമായി സംസാരിക്കും. DCCയുടെ പുനഃസംഘടന മാത്രം ആലോചിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരുമായി സംസാരിക്കുമെന്നതടക്കം
KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്ന ഈ ഒരു വേളയിൽ പറയുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരും ഇന്ന് സ്ഥാനമേൽക്കും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് ചുമതലയേൽക്കും. ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും സ്ഥാനമേൽക്കും.